ഗൈസ്, സൂക്ഷ്മ ദർശിനി സിനിമ അതിൻ്റെ റിവ്യൂ ആണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് ദൃശ്യം സിനിമയെക്കുറിച്ച് കുറച്ച് പേര് കമൻറ്റ് കേട്ടായിരുന്നു. കുറച്ച് യൂട്യൂബർ കുറച്ച് റിവ്യൂ ഉണ്ടായിരുന്നു. ദൃശ്യത്തിൻ്റെ ഒപ്പം നിർത്താൻ പറ്റിയ സിനിമയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നണമെന്ന് പറഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞ സിനിമ കണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡയറക്ടർ അവരോട് മുൻകൂട്ടി പറഞ്ഞു, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ഇന്ന പറയണം, ഈ സിനിമേനെ പോലെ എൻ്റെ സിനിമ ഒപ്പം ഉള്ള സിനിമയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു. ചില യൂട്യൂബറിൻ്റെ ഒരു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, മൊത്തത്തിൽ എല്ലാവരുടെ അല്ല. അപ്പോൾ എനിക്കൊരു ഒരു ഒരു വൺ ടൈം വാച്ചബിൾ സിനിമ, തിയേറ്റർ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ വലിയ ഒരു സംഭവമൊന്നുമില്ല. ഞാൻ അങ്ങനെ പ്രതീക്ഷ പോയത്. ദൃശ്യത്തിൻ്റെ ഇവർ കമ്പയർ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പം അങ്ങനെയാണ് ഈ സിനിമ കണ്ട ശേഷമാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ നസ്രിയ നാസിം ഫസ്റ്റ് തൊട്ട് സിനിമ തീരുന്നവരെയുണ്ട്. അപ്പോൾ ആ ഒരു കാസ്റ്റിങ് എനിക്കൊരു മാറ്റിക്കൊള്ളാമായിരുന്നു. ആ കാസ്റ്റിംഗ് ഒന്നും മാറ്റാൻ, തുമ്പിയെ കൊണ്ട് കല്ലിടിപ്പിക്കണ പോലെ എനിക്ക് തോന്നി. ഞാനിത് നെഗറ്റീവ് പറഞ്ഞല്ല, സ്ക്രിപ്റ്റ് അടിപൊളിയാണ്, പക്ഷേ കാസ്റ്റിങ്ങും പിന്നെ ഡയറക്ഷനും കുറച്ചും കൂടി ഇതായതുകൊണ്ടാണ്. അതായത് കാസ്റ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ് എനിക്ക് സിനിമ കണ്ടിട്ട്. എനിക്ക് എൻ്റെ ഒരു പേഴ്സണലി ഒരു അഭിപ്രായമാണ്, നിങ്ങൾക്ക് എങ്ങനെയെന്ന് എനിക്കറിയില്ല. കാസ്റ്റിംഗ് ഞാൻ പറഞ്ഞു, നസ്രിയയുടെ കാസ്റ്റിംഗ് എനിക്ക് വേണ്ട എന്ന് തോന്നി. പിന്നെ ബേസിലിൻ്റെ ക്യാരക്ടർ കൊള്ളാം, ബേസിലിൻ്റെ ക്യാരക്ടർ മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ഈ നസ്രിയയുടെ കേസാണ് ഞാൻ പറഞ്ഞത്. സിദ്ധാർത്ഥ് ഭരതൻ, എനിക്ക് ഈ സിനിമയിൽ സിദ്ധാർത്ഥ് ഭരതനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ചില സമയത്തൊക്കെ നല്ല സീനൊക്കെ ഉണ്ട്, അത് നമുക്ക് അതെനിക്ക് ചിരിയാ വന്നത് എനിക്ക്. അപ്പോൾ അത് കൊള്ളാം. പിന്നെ പേരെനിക്കറിയില്ല, ഈ ആവേശം സിനിമയിലെ ക്യാരക്ടർ ചെയ്തോ ആ ഒരു നടിയും കൊള്ളായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ ഒരു നെഗറ്റീവാണ് എനിക്ക് തോന്നിയത്. സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് ഒരു കാണാൻ പറ്റിയൊരു സിനിമയാണ്. കൊടുത്ത കാശിന് മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ട്. അതുകൊണ്ടാണ് എനിക്കൊരു ഹാപ്പി.